ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടുഡേ വിത്ത് ദ ലിറ്റിൽ ചാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വേൾഡ് ഓഫ് ഫ്ലവേഴ്സ് എന്നൊരു സെക്ഷനിലേക്കാണ്. ജസ്റ്റ് ഞങ്ങളുടെ വീട്ടിലെ ചെടികൾ, അതിൻ്റെ പൂക്കളൊക്കെ കാണാൻ, ഞങ്ങളുടെ വീട്ടിലെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഓർക്കിഡ്സ്, അതുപോലെ തന്നെ അഡീനിയത്തിൻ്റെ വെറൈറ്റീസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ചെടി വളർത്താനൊക്കെ നമ്മൾ മനസ്സിൽ ആലോചിക്കുമ്പോഴത്തേനും നമ്മുടെ മുന്നിൽ ഒരുപാട് വരുന്നത് പരിമിതികളാണ്. പക്ഷേ ഒരുപാട് പരിമിതികൾക്കിടയിലും നമുക്ക് ഓർക്കിഡ് ചെടികളൊക്കെ പെട്ടെന്ന് വളർത്താൻ പറ്റും. കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും നമുക്ക് ഒരുപാട് വളർത്താനും, അതുപോലെ തന്നെ അതിൻ്റെ പ്രധാന പ്രത്യേകതയെന്ന് വെച്ചാൽ അതിൻ്റെ ഫ്ലവേഴ്സ്. അതൊരു 2-3 ദിവസം, ചിലപ്പോൾ ഒരു മാസം വരെ ലാസ്റ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സുള്ള ചെടികളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് വർത്തിയായിരിക്കും. ഓർക്കിഡ് ചെടി വളർത്തുന്നതിൻ്റെ പ്രധാന ഗുണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്ഥലം മതി, കുറച്ച് വളവും മതി, അതുപോലെ തന്നെ കുറച്ച് വെള്ളവും മതി. അതിന് എല്ലാം കുറച്ച് മതിയെങ്കിലും നമ്മളൊരു കുഞ്ഞിനെ വളർത്തുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് ചെടിയെ വളർത്തുന്നത്. ഓർക്കിഡ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ദ്വാരങ്ങളുള്ള ചെടിച്ചട്ടികൾ തിരഞ്ഞെടുക്കാൻ നാം ശ്രദ്ധിക്കണം. അതിൻ്റെ റൂട്ട്സിന് നല്ല എയറേഷൻ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ അതിന് കുറച്ച് വെള്ളം മതി എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അന്നേരത്തേന് ഒരുപാട് വെള്ളം വരുവാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ലീക്ക് ചെയ്ത് പോകാൻ വേണ്ടിയാണ് കുറച്ച് ദ്വാരമുള്ള നല്ല എയറേഷൻ ഒക്കെ കയറുന്ന രീതിയിലുള്ള ചെടിച്ചട്ടികൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതിൻ്റെ ആവശ്യകത. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സൂര്യപ്രകാശം. പക്ഷേ നേരിട്ടുള്ള സൂര്യപ്രകാശം ഇതിനെ ഏൽക്കുകയും അരുത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ഷെയ്ഡ്, അല്ലെങ്കിൽ നമ്മുടെ ഗ്രീൻ ഷെയ്ഡ് ഉണ്ടല്ലോ, ഗ്രീൻ കളറുള്ള നെറ്റ്, അതിനകത്ത് മാത്രമേ ഇത് വളർത്താൻ പാടുള്ളൂ. റെയിൻ ഫോറസ്റ്റുകളുടെ ഇടയിലാണ് സാധാരണയായിട്ട് ഓർക്കിഡ് വളരുന്നത്. അവിടുത്തുള്ള വലിയ പ്ലാന്റുകളെ പറ്റിപ്പിടിച്ചാണ് ഇത് വളരുന്നത്. അന്നേരം ഡയറക്റ്റ് സൺലൈറ്റ് ഈ റെയിൻ ഫോറസ്റ്റുകളിൽ എത്തുന്നില്ല ഈ ചെടികളിലേക്ക്. ആ ഒരു പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും, അതായത് ഷെയ്ഡിനടിയിലിട്ട് വളർത്തുന്നതായിരിക്കും നല്ലപോലെ ഫ്ലവർ ചെയ്യാനും നല്ലത്. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓർക്കിഡ് പോട്ടിംഗ് മിക്സിങ് ചെയ്യുന്ന ആ ഒരു സമയമാണ്. വേരുകൾക്ക് നല്ല കാറ്റ് കിട്ടുന്നത് പോലെയുള്ള മിക്സിങ് ആയിട്ടുള്ള ചകിരിച്ചോറ്, അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന കട്ടകളുണ്ടല്ലോ, അതൊക്കെയാണ് ഇതിനകത്ത് ഇടുന്നത്. അങ്ങനെ വരുമ്പോഴത്തേന് വേരിന് നല്ല എയറേഷൻ കിട്ടുകയും നല്ലപോലെ അത് പടർന്ന് പന്തലിക്കാനും സാധ്യമാവും. അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വളമാണ്. ഞങ്ങൾ ഇതിന് കൊടുക്കുന്നത് ഓർഗാനിക് ലിക്വിഡാണ്. അതിനായിട്ട് ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയുണ്ട്. ആ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ തൊലി നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മളൊരു ബൗളിൽ വെക്കുക. അതിന് ശേഷം അതിനകത്തൊരു 200 ml വെള്ളം നമ്മൾ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ഒന്ന് സ്റ്റൗവിൽ വെച്ച്, നല്ല സ്റ്റീൽ പാത്രത്തിൽ എടുത്തിട്ട് സ്റ്റൗവിൽ വെച്ച് നമ്മളത് നന്നായിട്ട് തിളപ്പിക്കുക. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ ഒരു അരിപ്പ വെച്ച് അരിച്ചെടുത്തതിന് ശേഷം ആ ഒരു ലിക്വിഡ് നമ്മളൊരു സ്പ്രേ ബോട്ടിൽ വെച്ച്, ഇതെല്ലാം തണുത്തതിന് ശേഷമാണ് സ്പ്രേ ബോട്ടിൽ ഒഴിച്ചതിന് ശേഷം അത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. എപ്പോഴും രാവിലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അടുത്തതായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് തേങ്ങാവെള്ളം. തേങ്ങാവെള്ളം നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് തേങ്ങാവെള്ളം പുളിപ്പിച്ചതിന് ശേഷം അത് നേർപ്പിച്ച് 4-5 ഇരട്ടി വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ തണ്ടുകൾക്കും ഇലകൾക്കിടയിലും നമ്മൾ സ്പ്രേ ചെയ്യുന്നത് പ്ലാന്റ് ഹെൽത്തി ആയിട്ടിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ റൂട്ട്സിൻ്റെ ഡെവലപ്മെൻറ്റ്സിനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന പ്ലാന്റിന് നല്ലപോലെ ഫ്ലവേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരുപാട് ട്വിഗ്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് പുതിയ പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. പിന്നെ കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഇനോർഗാനിക് ആയിട്ടുള്ള വളമാണ് NPK. 19:19:19 എന്ന റേഷ്യോയിൽ നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും. അതും ഫ്ലവറിങ്ങിന് എല്ലാത്തിനും നല്ലതാണ്. ഇത് ഞങ്ങളുടെ മൊക്കാറ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഒരെണ്ണം ബാക്കിൽ നിൽക്കുന്നത് കൊണ്ട് ഇതിനകത്ത് ഫ്ലവർ ആയിട്ടില്ല, മറ്റേത് ഫ്ലവർ ആയിട്ടുള്ളതായിരുന്നു. ഫ്ലവർ ആകുമ്പോഴത്തേന് ഈ മൊക്കാറയുടെയൊക്കെ പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഇതിൻ്റെ മിഡിൽ പോർഷനിൽ നിന്നായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഇതുപോലെ സൈഡ് പോർഷനിൽ നിന്നായിരിക്കും ഇതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത്. അന്നേരം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇതിൻ്റെ ലീവ്സിൽ വരുമ്പോഴത്തേന് ഇങ്ങനെ ഇട പോർഷനിൽ വന്ന് വീണ് കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്ലവേഴ്സ് ഉണ്ടാവാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ബുദ്ധിമുട്ടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം തങ്ങി നിൽക്കുമ്പോഴത്തേന്, അല്ലെങ്കിൽ ഫെർട്ടിലൈസർ തങ്ങി നിൽക്കുമ്പോഴത്തേന് ഈ ഉണ്ടാവുന്ന ബഡ്സ് അഴുകി പോകാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഞങ്ങളുടെ ഓർക്കിഡ് കളക്ഷൻസിൽ കുറച്ച് ഫ്ലവേഴ്സിൻ്റെ ഫോട്ടോസ് കൂടി ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മിക്ക ഓർക്കിഡ് പ്ലാന്റേഴ്സിനും പ്രധാന പ്രശ്നമാണ് ഓർക്കിഡ് ഫ്ലവർ ഉണ്ടാകുന്നില്ല എന്നുള്ളത്. അതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാമെന്ന് നോക്കാം. ഒന്നാമത് തന്നെ നമ്മുടെ പോട്ടിംഗ് മിക്സ്.
അത് എങ്ങനെയാണെന്ന് ചകിരിച്ചോറ് പ്ലസ് കരി കോമ്പിനേഷനിലുള്ള ഒരു പോട്ടിംഗ് മിക്സാണ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതാണ് കൂടുതലായിട്ടും ചെടി ഹെൽത്തിയായി ഇരിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ നല്ല ഫ്ലവറും ഉണ്ടാകും. ഒരിക്കലും നമ്മൾ മണ്ണിടരുത്. കാരണം നമ്മൾ മുന്നേ മെൻഷൻ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ പോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നല്ല എയറേഷൻ ഉള്ള ടൈപ്പ് ആയിരിക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ റൂട്ട്സ് നല്ല രീതിയിൽ ഇത് എയറിൽ നിന്നുള്ള ന്യൂട്രിയൻസും കൂടെ വലിച്ചെടുത്ത് നല്ല രീതിയിൽ ഫ്ലവേഴ്സ് തരത്തുള്ളൂ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല പ്രഷറിൽ അല്ലെ ഡയറക്റ്റ് ഇലയിൽ നമ്മൾ വെള്ളം ഒഴിക്കരുത്. നമുക്ക് ചെറുതായിട്ട് ഒന്ന് സ്പ്രേ ചെയ്യാം. അതിൻ്റെ റൂട്ട്സ് സ്റ്റെമ്മിൽ ഒക്കെ നമുക്ക് സ്പ്രേ ചെയ്യാം. ഇല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ ഈ ഫുൾ പോട്ടുണ്ടല്ലോ, പോട്ട് നമുക്ക് വാട്ടറിൽ ഡിപ്പ് ചെയ്തിട്ട് ഒരു ബക്കറ്റിൽ ആ വെള്ളം എത്തുന്ന രീതി മാത്രം ഡിപ്പ് ചെയ്തതിന് ശേഷം അത് മാറ്റിയിട്ട് പിന്നെ നമുക്ക് കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ലെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയോ ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് ഇത് അഴുകി പോകുന്നതിൽ നിന്നൊക്കെ രക്ഷിക്കാൻ പറ്റും. ഇത് ഞങ്ങളുടെ വീട്ടിലെ കുറച്ച് ഗ്രൗണ്ട് ഓർക്കിഡ്സിൻ്റെ കളക്ഷനാണ്. അതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ ഫോട്ടോസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതിന് അതിന് കൊടുക്കുന്ന ന്യൂട്രിയൻസ്, അത് ഓർഗാനിക് ആയാലും ഇനോർഗാനിക് ആയാലും അതിൻ്റെ റേഷ്യോയിൽ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ അത് ഫ്ലവർ ചെയ്യും. നമുക്ക് വീട്ടിൽ സാധാരണ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഈ ബനാന പീലൊക്കെ യൂസ് ചെയ്യുന്നത് ഫ്ലവറിങ്ങിന് നല്ലപോലെ സഹായിക്കും. അതുപോലെ തന്നെ ഒരുപാട് ഫ്ലവേഴ്സും അതുപോലെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാവാനും സഹായിക്കുന്നുണ്ട്. ഇതൊക്കെ ഓൺസീഡിയം ഓർക്കിഡ്സിൻ്റെ വിഭാഗത്തിൽ പെടുന്നതാണ്. അതിൻ്റെ പല വെറൈറ്റീസാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത്. ഇത് കോമൺ ആയിട്ടുള്ള മഞ്ഞ വെറൈറ്റി ആയിട്ടുള്ള ഡാൻസിങ് ഗേൾ എന്നെല്ലാവരും പറയുന്നതാണ്. ഇതുകൂടാതെ ഡെൻഡ്രോബിയം, കാറ്റ്ലിയ, മൊക്കാറയുടെ പല വെറൈറ്റീസും ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് നമ്മുടെ അഡീനിയം കളക്ഷൻസ് കണ്ടാലോ. അഡീനിയം കളക്ഷൻസിനകത്ത് ഇത് ബഡ് ചെയ്യാനായിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് നമ്മുടെ 1 പെറ്റലായിട്ടുള്ള അഡീനിയമാണ്. ഇതും 1 പെറ്റലാണ്. ഇതിൻ്റെ ഷെയ്ഡ്സിന് തമ്മിൽ വ്യത്യാസമുണ്ട്. അത് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഇത് നമുക്ക് ഡബിൾ പെറ്റലാണ്. ഡബിൾ പെറ്റലിനകത്ത് നല്ലൊരു ഡിഫറൻസ് ഉണ്ട് ഞങ്ങളുടെ കളക്ഷനകത്ത്. ഇത് അഡീനിയത്തിൽ തന്നെ ഡബിൾ പെറ്റലിലെ വേറൊരു കളക്ഷനാണ്. മറ്റേത് ഒത്തിരി ഡാർക്ക് ആണെന്നുകൊണ്ട് ഇത് ഇച്ചിരി ലൈറ്റ്. ഇതും സിംഗിൾ പെറ്റലിൻ്റെ മുന്നേ കാണിച്ചാന്ന് തോന്നുന്നു. ഇതിങ്ങനെ ഫ്ലവേഴ്സ് എല്ലാം കൂടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു ഡിഫറൻസ് എങ്ങനെയാണെന്നുള്ളത്. ഇത് ഇനിയിപ്പോൾ അഡീനിയത്തിൻ്റെ ഡബിൾ പെറ്റലിൻ്റെ കുറച്ചുകൂടെ ഡാർക്ക് ഷെയ്ഡ്, ഒരു റോസാപ്പൂവിൻ്റെയൊക്കെ ആ ഒരു സ്ട്രക്ചറിൽ ഇതും അങ്ങനെയാണ്. പക്ഷേ അതിൻ്റെ ആ ടിപ്പ് പോർഷൻ കണ്ടോ, പോയിൻറ്റഡ് ആയിട്ട് പെറ്റലിൻ്റെ സെൻറ്ററിലുള്ള ടിപ്പ് പോർഷൻ പോയിൻറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റി. ഇതിൻ്റെ ഒന്നും കറക്റ്റ് നെയിം എനിക്കറിയില്ല, എന്നാലും അത് കാണാൻ നല്ല ഭംഗിയാണ് എല്ലാം കൂടെ ഫ്ലവർ ചെയ്തിരിക്കുമ്പോൾ. ഇനി ഞങ്ങളുടെ അഡീനിയം കളക്ഷൻസിൻ്റെ കുറച്ച് ഫോട്ടോസ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോട്ടോസ് ഞങ്ങൾ ആ ഒരു സമയത്ത് എടുത്തു വെച്ചതാണ് ഇനിയുള്ളത്. അപ്പോൾ നമ്മുടെ ഓർക്കിഡിൻ്റെയും അഡീനിയത്തിൻ്റെയൊക്കെ ഈ കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ കയ്യിലില്ലാത്ത കളക്ഷൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യണം. അപ്പോൾ ടാറ്റ ബൈ, സീ യു.